+1 അക്കൗണ്ടൻസിയിലെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് 50% മാർക്ക് വെറും തിയറി ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് നിങ്ങൾക്ക് നേടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടോ. +1 കൊമേഴ്സ് പഠിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചങ്കന് ഇപ്പൊ തന്നെ അയച്ചു കൊടുത്ത മക്കളെ, അവർക്കും ഈ ഒരു പകുതി മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 60 മാർക്കിന് അല്ലെ. ഈ 60 മാർക്കിൽ essay ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക്, 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അല്ലെ. ഇതിലെ ബഹുഭൂരിഭാഗം 1 മാർക്ക് ക്വസ്റ്റ്യൻ പ്രോബ്ലം ചോദിക്കോ, ജേണൽ എൻട്രി ക്വസ്റ്റ്യൻ 1 മാർക്ക് ചോദിക്കോ ഇല്ല. അപ്പൊ 1 മാർക്ക് ആവട്ടെ, 2 മാർക്ക് ആവട്ടെ, 3 മാർക്സ് ആവട്ടെ, ഇതിലെ ബഹുഭൂരിഭാഗം ക്വസ്റ്റ്യൻസുകളും തിയറിറ്റിക്കലി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. മോർ ഓവർ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കുറച്ചൊക്കെ തിയറി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ 60 മാർക്കിലെ 50% മാർക്ക് സ്കോർ ചെയ്യുന്നത് നിങ്ങൾ പഠിച്ച തിയറി ബേസ് ചെയ്തിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ? യെസ്, ചെയ്യാലോ. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്, എന്തിനാണ് നിങ്ങൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്? അക്കൗണ്ടിങ് ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ എക്സാമിന് മിക്കവാറും ചോദിക്കുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് കേസ് എന്താ? ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? മെയിൻ്റെനൻസ് ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. നമ്മുടെ ബിസിനസ്സിൽ അക്കൗണ്ടിങ്ങിന്റെ റെക്കോർഡ്സ് വേണം. അപ്പൊ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ ആഴ്ച എന്തൊക്കെ ഇടപാടുകൾ നടന്നിരുന്നു, ക്യാഷ് എത്ര വന്നു, എത്ര പോയി, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ. സോ നമ്മൾ ഓൾറെഡി നടന്ന കാര്യങ്ങളൊന്ന് എഴുതി വെച്ചാൽ മാത്രമല്ലേ നമുക്കൊരു റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, മറന്നുപോലെ. അപ്പൊ നമുക്കൊരു റെക്കോർഡ് കീപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ആദ്യമായി നമ്മൾ എന്ത് ചെയ്തത്, അക്കൗണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത് ബിസിനസിന്റെ റിസൾട്ട്. അഥവാ നമ്മൾ 2 മാസം ബിസിനസ് ചെയ്തു, അല്ലെങ്കിൽ 1 വർഷം ബിസിനസ് ചെയ്തു, അതിലൂടെ പ്രോഫിറ്റ് ആണോ ലോസ്, അഥവാ P/L പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അത് നമുക്ക് അറിയണ്ടേ, അതും അറിയണം. അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തത് ഫൈനാൻഷ്യൽ പൊസിഷൻ. നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ ബിസിനസിന്റെ അവസ്ഥ എന്താണ്? സാമ്പത്തികമായി നമുക്ക് ബാധ്യതകളാണോ ആസ്തിയാണോ കൂടുതലുള്ളത്? ആസ്തി മീൻസ് അസറ്റുകൾ. നമ്മുടെ ക്യാഷ് എത്ര ബാലൻസ് ഉണ്ട്, സ്റ്റോക്ക് എത്ര ബാലൻസ് ഉണ്ട്, എത്ര മെഷീനറീസ് ഉണ്ട്, എത്ര കാർ ഉണ്ട്, തുടങ്ങിയ അസറ്റുകളുടെ വാല്യൂസ് എത്ര ഉണ്ട്, ലൈബിലിറ്റി ആർക്കൊക്കെ കടം കൊടുക്കാനുണ്ട്, ആരൊക്കെ പൈസ തരാനുണ്ട്, ബാങ്ക് ലോൺ എത്ര ബാക്കി കൊടുക്കണം, സോ തുടങ്ങിയ നമ്മുടെ അസറ്റുകളും ലൈബിലിറ്റിയും ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാം എന്നുള്ളതാണ് മൂന്നാമത്തത്. നാലാമത്തത് മീറ്റിംഗ് ലീഗൽ റിക്വയർമെന്റ്സ്. എന്താ, നിയമപരമായിട്ട് GSTന്റെ ഓഫീസിൽ നിന്ന് ടീം വന്നിട്ട് നമ്മൾ ഓഫീസിൽ കയറിയിട്ട് പറയാണ്, കഴിഞ്ഞ മാസത്തെ മുഴുവൻ സെയിൽസിന്റെ റിപ്പോർട്ട് എടുക്കുക. അപ്പൊ നമ്മൾ പറയാം, ഞങ്ങൾ അക്കൗണ്ടിങ് ഒന്നും ചെയ്യുന്ന ടീമല്ല. അപ്പൊ എന്ത് ചെയ്യും, നേരെ പൊക്കും, നമുക്ക് എന്ത് ചെയ്യും, കട പൂട്ടിക്കും. കാരണം എന്താണ്, GSTയും ഇൻകം ടാക്സും. അതായത് നിയമം പറയുന്നുണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും അക്കൗണ്ട്സുകൾ റെക്കോർഡ്സുകളൊക്കെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് അസിസ്റ്റന്റ് മാനേജ്മെന്റ്. നമ്മുടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മാനേജ്മെന്റ് എന്ത് ചെയ്യും, അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇത് മാത്രമല്ല, പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു യൂസേഴ്സ്. ആവശ്യക്കാർക്ക് ഇതിന്റെ ഇൻഫോർമേഷൻ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഡിഫറെന്റ് എന്തുണ്ട് ഒബ്ജക്റ്റീവ്സ് അക്കൗണ്ടിങ്ങിനുണ്ട്. നെക്സ്റ്റ്, സ്റ്റേറ്റ് എനി 2 ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ. ജേണലിന്റെയും ലെഡ്ജറിന്റെയും ഡിഫറൻസ്. ഇത് ഒരുപാട് കാര്യം, അഥവാ ഇതിന്ന് 1 മാർക്ക് 2 മാർക്സ് ഒക്കെ ക്വസ്റ്റ്യൻ ഈ ജേണലും ലെഡ്ജറുമായി ചോദിക്കും. മാത്രമല്ല ഇതിന്റെ ഡിഫറൻസ് ചിലപ്പോൾ ചോദിക്കും. എന്താ മക്കളെ, ജേണലിലാണ് ട്രാൻസാക്ഷൻ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. ലെഡ്ജറിൽ എന്ത് ചെയ്യും, ജേണലിൽ റെക്കോർഡ് ചെയ്തിട്ട് അവിടുന്ന് എന്ത് ചെയ്യും, ലെഡ്ജറിലേക്ക് മാറ്റി പോസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ലേറ്റർ എന്ത് ചെയ്യും, അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ജേണലിൽ ക്രോണോളജിക്കൽ 1, 2, 3 വഴിക്ക് ആദ്യം നടക്കുന്നത് ആദ്യം റെക്കോർഡ് ചെയ്തിരിക്കും. അതാണ് ജേണൽ ഓർഡർ. നെക്സ്റ്റ് മക്കളെ, ലെഡ്ജറിൽ അനലിറ്റിക്കൽ ഓർഡർ. അതെങ്ങനെ അനലിറ്റിക്കൽ ഓർഡർ എന്ന് പറയുന്നത്, ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. രീതി മീൻസ് ഇവിടെ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ആദ്യം റെക്കോർഡ് ചെയ്യും, ക്രെഡിറ്റ് ഇപ്പുറത്തെ സൈഡ്. അഥവാ ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡർ പ്രകാരം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 1, 2, 3 ആ രീതിയിലുള്ള ഓർഡറല്ല ഇവിടെ വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഫൈനൽ അക്കൗണ്ട്സ് ജേണൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ലെഡ്ജർ ഉണ്ടെങ്കിൽ മാത്രമേ, ലെഡ്ജർ ബാലൻസ് വെച്ചിട്ട് മാത്രമേ ഫൈനൽ അക്കൗണ്ട്സ് അഥവാ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ജേണലിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് ജേണലൈസിംഗ് എന്ന് പറയും. ലെഡ്ജറിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് പോസ്റ്റിംഗ് എന്ന് പറയും. ജേണലിന് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി എന്ന് പറയും. ലെഡ്ജറിന് പ്രിൻസിപ്പൽ ബുക്സ് ഓഫ് എന്ന് പറയും, ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി എന്ന് പറയും. ദെൻ ലെഡ്ജർ എന്ന് പറയും പ്രിൻസിപ്പൽ, ദെൻ ഒരു പേരും പ്രിൻസിപ്പൽ ബുക്സ് ഓഫ് എൻട്രി, ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി, ദെൻ ലെഡ്ജർ, ദെൻ ബുക്സ് ഓഫ് ഫൈനൽ എൻട്രി എന്ന് എന്തിനു പറയും, ലെഡ്ജർ പറയും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, നിങ്ങളുടെ 3rd ചാപ്റ്ററിലെ ഈ 3rd ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ബേസിക് കൺസെപ്റ്റ്സിലെ 13 ബേസിക് കൺസെപ്റ്റ്സ് ഉണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 4 കൺസെപ്റ്റ്സ് ഉണ്ട്. ആ 4 ഞാൻ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ലെസ് മീൻസ് എന്താ, നമ്മളൊരു സ്റ്റോക്ക് വാങ്ങി 10,000 രൂപക്ക് വാങ്ങിയ സ്റ്റോക്ക്, ആ സ്റ്റോക്കിന് ഇപ്പോൾ 15,000 രൂപ വിലയുണ്ട്. നമ്മൾ എത്ര ബുക്സിൽ കാണിക്കാം, 10,000 തന്നെ കാണിക്കാം അല്ലേ. പക്ഷെ ഇപ്പൊ ആ സ്റ്റോക്കിന് ആകെ 5,000 രൂപ വിലയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 5,000 കാണിച്ചാൽ മതി. നഷ്ടം വന്നാൽ അത് അപ്പൊ തന്നെ കാണിക്കുക. അതെന്താ, കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രുഡൻസ് കൺസെപ്റ്റ് ആണ് ഇതിനെക്കൊണ്ട് പറയുന്നത്. അതാണ് കൺസർവേറ്റിസം പ്രുഡൻസ് കോൺസെപ്റ്റ്. ഇതാണ് ഒന്നാമത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. രണ്ടാമത്, എല്ലാ ട്രാൻസാക്ഷനും 2 എഫക്ട് ഉണ്ട്. അതെന്താ, ഡുവാലിറ്റി. എന്താ മക്കളെ, ഡുവാലിറ്റി കൺസെപ്റ്റ് ആണ് കേട്ടോ. ഇത് രണ്ടാമത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ട്രാൻസാക്ഷനും മോണിറ്ററി ട്രാൻസാക്ഷൻ മാത്രം റെക്കോർഡ് ചെയ്താൽ മതി, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യില്ല.
നോൺ ക്വാളിറ്റേറ്റീവ് അഥവാ ക്വാണ്ടിറ്റേറ്റീവ് കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ഇതാണ് മൂന്നാമത്തത്. പോളിസീസ് അഥവാ അക്കൗണ്ടിങ് പോളിസീസിൽ ചേഞ്ചസ്, അത് ഫ്രീക്വന്റ്ലി ചേഞ്ചസ് വരാൻ പാടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡിലാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നതെങ്കിൽ ആ മെത്തേഡ് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഇത് നാലാമത്തെ ഇമ്പോർട്ടന്റ് അല്ല. നാലാമത്തെ ഇമ്പോർട്ടന്റ് ഏതാണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ്ങിന്റെ എൻഡിറ്റി കൺസെപ്റ്റ് ആണ് കേട്ടോ. സോ നോക്കി, ബിസിനസ് അതിന്റെ ഓണേഴ്സിന് സെപ്പറേറ്റ് ആണ്. അതെന്താ മക്കളെ? എൻഡിറ്റി കൺസെപ്റ്റ്. എന്താ മക്കളെ? എവിടെ എൻഡിറ്റി കൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ്, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. എന്താ? ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ആണ്. ഒരു അസറ്റ് ഉണ്ടെങ്കിൽ ആ അസറ്റ് വാങ്ങുന്ന വാല്യൂവിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. അതായത് കോസ്റ്റ് കൺസെപ്റ്റ് ആണ്. ആന്റിസിപ്പേറ്റ് പ്രോഫിറ്റ് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂല, പക്ഷെ ലോസ് ആന്റിസിപ്പേറ്റ് ചെയ്യണം. അതായത് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൊഡൻസ് കൺസെപ്റ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അഥവാ അത് വളരെ റിപ്പീറ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ഈ 6 ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഇത് ഏത് ജേണലിലാണ് റെക്കോർഡ് ചെയ്യുക? പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ്, ഇത് ഇവിടെ റെക്കോർഡ് ചെയ്യുക. ക്യാഷ് ബുക്കിൽ. കാരണം എന്താ? ക്യാഷിന്റെ എല്ലാ ട്രാൻസാക്ഷനും ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. ബ്രോഡ് ഗുഡ്സ് ഫ്രം KV സ്റ്റോർ. KV സ്റ്റോർ ഉറപ്പാണ്, അത് ക്രെഡിറ്റ് ആണ്. അപ്പൊ എന്താണ്? അത് പർച്ചേസ് ചെയ്ത് പർച്ചേസ് ബുക്കിൽ, എവിടെയാണ്? പർച്ചേസ് ബുക്കിൽ വേണം റെക്കോർഡ് ചെയ്യാൻ. അടുത്തെന്താണ്? റിട്ടേൺഡ് ഗുഡ്സ് ടു അരുൾ ജ്യോതി ട്രേഡേഴ്സ്. അപ്പൊ എന്താ? ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്ത് റിട്ടേൺ കൊടുത്തു. അപ്പൊ എന്താണ്? പർച്ചേസ് റിട്ടേൺ ബുക്ക്. ഇപ്പൊ ഞാൻ ഷോർട്ട് ഫോമിൽ PR ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രോഡ് ഫർണിച്ചർ, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ്, അത് ഇവിടെ റെക്കോർഡ് ചെയ്യണം. ജേണൽ പ്രോപ്പർ, ഇവിടെ മക്കളെ ജേണൽ പ്രോപ്പർ അല്ലെങ്കിൽ ജനറൽ ജേണൽ എന്ന് പറയുന്ന ബുക്സിൽ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. സോൾഡ് ഗുഡ്സ് ടു പ്രതീഷ് ഫോർ ക്യാഷ്. അപ്പൊ അതെന്താ? ക്യാഷ് സെയിൽ ആണെങ്കിൽ എന്താണ്? ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. എവിടെയാണ്? ക്യാഷ് ബുക്കിൽ. സാലറി പേ ചെയ്തു. സാലറി പേ ചെയ്യുമ്പോൾ എന്താ? ക്യാഷ് കൊടുത്തിട്ടില്ലേ? അപ്പൊ അത് ഇവിടെ റെക്കോർഡ് ചെയ്യാം. ക്യാഷ് ബുക്കിലാണ് എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഐഡന്റിഫിക്കേഷൻ, ഒരു ട്രാൻസാക്ഷൻ തരും, എന്നിട്ട് അത് ഏത് ലെഡ്ജറിലാണ്, ഏത് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യാൻ ചോദിക്കും. വാട്ട് ഈസ് സോഴ്സ് ഡോക്യുമെന്റ്? അതിന്റെ എക്സാമ്പിൾസ്. എന്താ സോഴ്സ് ഡോക്യുമെന്റ്? ഇറ്റ് ഈസ് എ ഡോക്യുമെന്ററി എവിഡൻസ് ഓഫ് ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ നമ്മൾ അതിന്റെ എവിഡൻസിനാണ്, അതിന്റെ എവിഡൻസ് കീപ്പ് ചെയ്ത് വെക്കുക. അതാണ് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുക, അല്ലെങ്കിൽ വൗച്ചർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് ക്യാഷ് മെമ്മോ ഉണ്ടാവും. ഒരു സാധനം വാങ്ങിയാൽ ഇൻവോയ്സ്, സെയിൽ ബില്ല്, ചെക്ക്, സാലറി സ്ലിപ്പ്, അങ്ങനെ ഡിഫറെന്റ് എന്തുണ്ടാകും? എവിഡൻസുകൾ ഉണ്ടാവും. ആ എവിഡൻസ് കീപ്പ് ചെയ്ത് വെക്കണം. എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ദ റീസൺസ് ഫോർ ഡിസഗ്രിമെന്റ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. ബാങ്ക് ബാലൻസ് ഇവിടെ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ പാസ്ബുക്കിലെ ബാലൻസ് ഉണ്ടാവും അല്ലെ. ഈ രണ്ടിന്റെയും ബാലൻസിൽ വ്യത്യാസം വരും. ആ വ്യത്യാസം എന്തുകൊണ്ട് വന്നു? വൈ ദർ ഈസ് എ ഡിഫറൻസ്. ആ ഡിഫറൻസ് എന്തുകൊണ്ട്? അതിന്റെ കോസസ്, കാരണങ്ങൾ എന്തൊക്കെയാണ്, റീസൺസ് എന്തൊക്കെയെന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന പേരാണിത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അത് ബാങ്കിലുള്ള കസ്റ്റമേഴ്സ്, അഥവാ നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് ഹോൾഡർ ആണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? BRS പ്രിപ്പയർ ചെയ്യുന്നത്. BRSന്റെ ക്യാഷ് ബുക്കും പാസ്ബുക്കിന്റെയും ബാലൻസ് ഡിഫറൻസ് ആവില്ലേ? ആ റീസൺസ് എന്തെല്ലാം? പലതരം റീസൺസ് ഉണ്ട്. അതെന്തെല്ലാം എന്ന് ചോദിച്ചത്, ഒന്നാമത്തത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. ഞാനൊരു ചെക്ക് ഒരാൾക്ക് ഇഷ്യൂ ചെയ്തു, അഥവാ ഞാൻ ഒരാൾക്ക് പേയ്മെന്റ് ചെയ്തെങ്ങനെ ചെക്കിലൂടെ, പക്ഷെ അയാൾ ആ ചെക്ക് ഇവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടില്ല, ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തിട്ടില്ല. 2, ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് കളക്ടഡ്. ഞാൻ എന്ത് ചെയ്തു? ചെക്ക് പേ ചെയ്തു. എവിടെ? ബാങ്കിൽ പേ ചെയ്തു. പക്ഷേ ഈ ഒരു ചെക്ക് ബാങ്ക് കളക്ട് ചെയ്തിട്ടില്ല. ബാങ്കിൽ ഇത് സമയം എടുക്കും. സോ അവിടെ കളക്ഷൻ വന്നിട്ടില്ല. ഡയറക്റ്റ് ഡെബിറ്റ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ. എന്റെ പേരിൽ എന്റെ ഒരു ട്രാൻസാക്ഷൻ ആര് നടത്തി? ബാങ്ക് നടത്തി. ഫോർ എക്സാമ്പിൾ, എന്റെ റെന്റ് ഉണ്ട്. റെന്റ് ആരെ കൊടുത്തത്? ബാങ്ക് ഡയറക്റ്റ് കൊടുത്തു. ഞാനത് അറിഞ്ഞിട്ടില്ല. അതാണ് മൂന്നാമത്തത്. എമൗണ്ട് ഡയറക്ട്ലി ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്. എന്റെ ഒരു കസ്റ്റമർ ഡയറക്ട്ലി എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു. സോ അതാണ് അടുത്ത ട്രാൻസാക്ഷൻ. ഇൻട്രസ്റ്റ് ഡിവിഡന്റ് കളക്ടഡ്. എന്റെ അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റോ ഡിവിഡന്റ് വന്നു. സോ എന്റെ ബാലൻസ് കൂടും. ഡയറക്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ. എന്റെ പകരം, എനിക്ക് പകരം എന്ത് ചെയ്തു? എന്തെങ്കിലും പേയ്മെന്റ്സ് നടത്തി. ഫോർ എക്സാമ്പിൾ, എന്റെ റെന്റ് അടക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ലോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഡയറക്റ്റ് ഡെബിറ്റ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റുകൾ, അതുപോലെ ബാങ്കിന്റെ ചാർജ് ഒക്കെ വരില്ലേ, അതൊക്കെയാണ് ഇതിൽ ജനറലി എന്ത് ചെയ്യുന്നത്? ഉൾപ്പെടുന്നത് കേട്ടോ. ഞാനൊരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തു, അതെന്ത് ചെയ്തു? ഡിസോണർ ആയിപ്പോയി, അത് ക്യാൻസൽ ആയിപ്പോയി. സോ അവിടെ എന്ത് ചെയ്യും? ആ ബാലൻസ് അവിടെ നിന്ന് കുറയും. ഞാനത് അറിയുന്നില്ല. സോ ഈ ഒരു കേസ്, ഇവിടെ 7 കേസസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു 5 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. ഉറപ്പാണ് എക്സാമിന് 3 മാർക്കിന് ഈ ഒരു ചോദ്യം നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കും. ട്രയൽ ബാലൻസിന്റെ ഒബ്ജക്റ്റീവ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ്. ഇതിൽ ചെക്ക് അരിത്മെറ്റിക്കൽ അക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ശരിയാണ്, ലെഡ്ജർ അക്കൗണ്ട്സ് ശരിയാണോ ചെയ്ത് നോക്കണം. ഫൈനാൻഷ്യൽ പൊസിഷൻ, അതിന് ട്രയൽ ബാലൻസ് അറിയേണ്ട ആവശ്യമില്ല. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ഇത് മൂന്നും എന്തിന്റെ ഒബ്ജക്റ്റീവാണ്? ട്രയൽ ബാലൻസിന്റെ ഒബ്ജക്റ്റീവാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എന്തല്ല, ഇത് അതിന്റെ ഒബ്ജക്റ്റീവ് അല്ല. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ഏതാ? B ആണ്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ മാത്രമല്ല, 3 മാർക്കിന് 2 മാർക്കിന് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതിലെ എറേഴ്സ് ഏത് ടൈപ്പ് ആണ് ഐഡന്റിഫൈ ചെയ്യണം. ഫർണിച്ചർ, സെയിൽ ഓഫ് ഫർണിച്ചർ ഹാസ് ബീൻ ക്രെഡിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. അത് ഉറപ്പാ മക്കളെ പ്രിൻസിപ്പൾ ആണ്. കാരണം എന്താ? അക്കൗണ്ടിങ്ങിന് എന്തെങ്കിലും കൺസെപ്റ്റ് തെറ്റിച്ചു. എന്തുകൊണ്ട്? സെയിൽ എന്ത് സെയിൽ? ക്രെഡിറ്റ് സെയിൽ മാത്രമേ സെയിൽസ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അത് ഫർണിച്ചർ എവിടെ റെക്കോർഡ് ചെയ്യണം? ഫർണിച്ചറിന്റെ അല്ലെങ്കിൽ ഫർണിച്ചറിന്റെ സെപ്പറേറ്റ് ലെഡ്ജറിന്റെ അവിടെ തന്നെ റെക്കോർഡ് ചെയ്തിരിക്കണം. ഗുഡ്സ് ടു രാംരാജ് 2500 വാസ് പാസ്ഡ് ത്രൂ
പർച്ചേസ് ബുക്ക് സെയിൽ പർച്ചേസിൽ റെക്കോർഡ് ചെയ്തു. അതെന്താ? കമ്മീഷനാ, മിസ്റ്റേക്ക് പറ്റിപ്പോയതല്ലേ. സോ കമ്മീഷനാ. മിസ്റ്റേക്സ് വന്നാൽ അത് കമ്മീഷൻ ആയിരിക്കും. പക്ഷെ മിസ്റ്റേക്ക് അക്കൗണ്ടിങ്ങിന്റെ കൺസെപ്റ്റിനെ പ്രിൻസിപ്പൾസ് തെറ്റിക്കുന്നുണ്ടെങ്കിൽ അത് എറർ ഓഫ് പ്രിൻസിപ്പൾ ആണ്. ദെൻ പർച്ചേസ് ബുക്ക് അണ്ടർകാസ്റ്റ്. അണ്ടർകാസ്റ്റ് മീൻസ് എന്താ? കുറഞ്ഞു പോയി. അണ്ടർകാസ്റ്റ് അതെന്താ? കമ്മീഷൻ ആണ്, അത് മിസ്റ്റേക്ക് വന്നു പോയതാണ് കേട്ടോ. 2000 paid for purchase of new office furniture was charged to office expense. അപ്പൊ ഫർണിച്ചർ വാങ്ങിയത് എവിടെ റെക്കോർഡ് ചെയ്തു? ഓഫീസ് എക്സ്പെൻസ്. അതും എന്താണ് മക്കളെ? കമ്മീഷൻ എക്സ്പെൻസ് ആണ്. വേജസ് പെയ്ഡ് 1000 was not recorded in wages account. അത് വേജസ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പൊ ഏതാണ്? ഒമിഷൻ, എറർ ഓഫ് ഒമിഷൻ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 3 needs for charging depreciation. ഡിപ്രിസിയേഷൻ എന്തിനാണ് നിങ്ങൾ ഡിപ്രിസിയേഷൻ ചെയ്യുന്നത്? വാട്ട് ഈസ് എ നീഡ് ഫോർ റെക്കോർഡിംഗ് ഡിപ്രിസിയേഷൻ? അതിന് ഒരുപാട് കൺസേൺസുകൾ ഉണ്ട്. ഒന്നാമത് എന്താണ്? ബിസിനസിന്റെ കറക്റ്റ് റിസൾട്ട് അറിയണം. അഥവാ ഡിപ്രിസിയേഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ് പിന്നെയും കുറയല്ലേ. അപ്പൊ കറക്റ്റ് റിസൾട്ട് അറിയാൻ വേണം. 2 ബാലൻസ് ഷീറ്റ്. കറക്റ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റ്. അസറ്റിന്റെ വാല്യൂ കൂടി കാണിക്കും. നമ്മൾ ഡിപ്രിസിയേഷൻ കാണിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ വാല്യൂ കുറയും. സോ അതെന്ത് ചെയ്യണം? ആക്ച്വൽ വാല്യൂ കാണിക്കണം. ദെൻ അസറ്റ് റീപ്ലേസ് ചെയ്യണം. അഥവാ പുതിയ അസറ്റ് വാങ്ങാൻ വേണ്ടി നമുക്ക് ഫണ്ട് കണ്ടെത്തണം. അത് നമുക്ക് ഡിപ്രിസിയേഷൻ എമൗണ്ട് യൂസ് ചെയ്യാം. എക്സസ് ഇൻകം ടാക്സ് എക്സ്ട്രാ പേ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഡിപ്രിസിയേഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് കുറയുമ്പോൾ ടാക്സും കുറയും. ലാഭമല്ലേ? ലീഗൽ നിയമം പറയുന്നില്ല, അഥവാ ഇൻകം ടാക്സ് പറയുന്നില്ല നിങ്ങൾ നിർബന്ധമായിട്ട് ഡിപ്രിസിയേഷൻ റെക്കോർഡ് ചെയ്തിരിക്കണം. ദെൻ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? ഡിപ്രിസിയേഷൻ കുറച്ചിരിക്കണം. സോ ഇതൊക്കെ എന്താണ്? ഇതിന് ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിനും ഡിഫറൻസ് എന്താ? വളരെ സിമ്പിൾ. എന്താണ്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണെങ്കിൽ ബുക്ക് വാല്യൂലാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് ആണ് റെക്കോർഡ് ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എല്ലാ വർഷവും ഡിപ്രിസിയേഷൻ ഫിക്സഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കും. ദെൻ ഡിപ്രിസിയേഷനും റിപ്പയറും കൂടി കൂട്ടുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഡിപ്രിസിയേഷനും റിപ്പയറും കൂടി കൂട്ടുമ്പോൾ എല്ലാ വർഷവും ഈക്വൽ ആയിട്ട് വരും. ഇൻകം ടാക്സ് എന്ത് ചെയ്യുന്നില്ല? ഈ മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇൻകം ടാക്സ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ 4 എണ്ണം മാത്രം എന്ത് ചെയ്താൽ മതി? നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. പ്രൊവിഷനും റിസർവിന്റെയും ഡിഫറൻസ് എന്താ മക്കളെ? പ്രൊവിഷൻ മീൻസ് നമുക്കൊരു ഇറ്റ്സ് ക്രിയേറ്റഡ് ടു മീറ്റ് എ നോൺ ലയബിലിറ്റി. നമുക്കൊരു ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് വരാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു എക്സ്പെൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മാറ്റി വെക്കുന്ന ഒരു ലോസിനാണ് എന്ത് പറയുന്നത്? പ്രൊവിഷൻ എന്ന് പറയാം. അത് നമ്മുടെ പ്രോഫിറ്റ് എന്ന് കുറയ്ക്കും. അത് എവിടെ നിന്ന് കുറയ്ക്കും? അത് നമ്മുടെ പ്രോഫിറ്റ് എന്ന് കുറച്ചിരിക്കും. അപ്പം റിസർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് അതൊന്ന് മാറ്റി വെക്കും. എന്തിനു വേണ്ടി? നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ ഒന്ന് സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോഫിറ്റ് അപ്രോപ്രിയേറ്റ് ചെയ്യുക. ഇതെന്താ ചെയ്യുക? റിസർവ് പ്രോഫിറ്റ് ചാർജ് ചെയ്യുക. എന്തിനാണ് നമ്മൾ പ്രൊവിഷൻ കുറയ്ക്കുന്നത്? ടു പ്രൊവൈഡ് ഫോർ എ നോൺ ലയബിലിറ്റി. നമുക്ക് അറിയാവുന്ന ഒരു ലയബിലിറ്റി, ഒരു നഷ്ടമുണ്ട്. പക്ഷെ അത് എത്രയാണ് എന്ന് സംഭവിക്കുന്നത് കറക്റ്റ് അറിയില്ല. അതാണ് പ്രൊവിഷൻ. പക്ഷെ റിസർവ് അങ്ങനെയല്ല. റിസർവ് നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഒന്ന് ഡെബിറ്റ് ചെയ്യും. കാരണം P&L പ്രോഫിറ്റ് കുറഞ്ഞിരിക്കും. ഇവിടെ എന്ത് ചെയ്യും? നമ്മുടെ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നാണ് എന്ത് ചെയ്യുക? ഇത് മാറ്റി വെക്കുന്നത്. ദെൻ പ്രൊവിഷൻ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രൊവിഷൻ നിർബന്ധമായിട്ടും കാണിച്ചിരിക്കണം. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റിസർവ് കാണിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. എങ്ങനെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുക? ഇവിടെ P&L ഡെബിറ്റ് ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ ഈ ഒരു തിയറി ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് എക്സാമിന് പൊക്ക മക്കളെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം പല കുട്ടികൾ പറയുന്നുണ്ട് പ്രോബ്ലംസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഡിഫിക്കൽട്ടി ആവണ്ട. നമ്മുടെ ലൈവ് നമ്മുടെ താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലൈവിന് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ എന്ത് ചെയ്യുക? ആ ലൈവ് ലൈക്ക് ചെയ്തോ. നമ്മുടെ ലൈവിലേക്ക് എത്തിച്ചേർന്നാൽ നല്ല അടിപൊളിയായിട്ട് ക്ലാസ് കേൾക്കാം. നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം? മാർക്കും സ്കോർ ചെയ്യാം.